സത്യത്തിൽ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യം ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. വല്ലവനുമുണ്ടാക്കിയ ഗർഭത്തിന് ഇതാദ്യമായിട്ടായിരിക്കും ഒരു ബന്ധവുമില്ലാത്തവൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന സ്ഥിരം ക്ലീശേ പരിപാടി തന്നെയാണെങ്കിലും മാങ്കൂട്ടം പോണെങ്കിൽ പോട്ടെ, ഞങ്ങൾക്ക് ഈശ്വരായാലും മതി എന്നാണ് കേരള പോലീസ് അങ്ങ് തീരുമാനമെടുത്തത്. അങ്ങനെ അറസ്റ്റും ജാമ്യവും കിട്ടായകയൊക്കെ കഴിഞ്ഞ് പോലീസ് കസ്റ്റഡിയിലേക്ക് രാഹുൽ ഈശ്വറിന്റെ ജീവിതം കടന്നിരിക്കുകയാണ്. MLA-ക്കെതിരെ ബലാത്സംഗ പരാതിയുമായിട്ട് രംഗത്തെത്തിയ യുവതിയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിലായിരുന്നു രാഹുൽ ഈശ്വറെ വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ കസ്റ്റഡിയിൽ വിട്ടത്. അതിനിടയിൽ നിരാഹാര സമരം നടത്തിയതിനു ശേഷം രാഹുൽ ആശുപത്രി കിടക്കയിലുമായി. എന്താ കഥ! കുറ്റം ചെയ്തവർ ഒളിച്ചു പാർക്കുമ്പോൾ വല്ലവനും വേണ്ടി സ്വന്തം തടി കളയണോ ആശാനെ എന്നാണ് ചില സോഷ്യൽ മീഡിയ കമന്റുകൾ. അതിജീവിതയെ അപമാനിക്കാൻ ഉപയോഗിച്ച ഫോട്ടോകൾ, ടെക്സ്റ്റുകൾ തുടങ്ങിയ അടങ്ങിയ പെൻഡ്രൈവ്, ഡിജിറ്റൽ സാമഗ്രികൾ ടെക്നോ പാർക്കിലെ ഓഫീസിലുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നും ഇത് എടുക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. ഇത് ശരിവെച്ച കോടതി വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഡിജിറ്റൽ തെളിവുകളും സാമഗ്രികളും ഓഫീസിൽ നിന്നെടുത്ത ശേഷം വ്യാഴാഴ്ച വൈകിട്ട് തിരിച്ച് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. വെള്ളിയാഴ്ച രാഹുൽ ഈശ്വറിന് പുതിയ ജാമ്യാപേക്ഷ നൽകാം. രാഹുലിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വറെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിരുന്നു. തിരുവനന്തപുരം അഡീഷണൽ CGM കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വളരെ നാടകീയമായിട്ടായിരുന്നു ഓരോ തവണയും മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വർ എത്തിയത്. നമുക്ക് രാഹുൽ ഈശ്വറിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം. രണ്ട് ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് വേണ്ടിയാണ്. 2 ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് മാത്രമല്ല, പോലീസ് കോടതിയിൽ കള്ളം പറയും. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറയും. കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. ഇങ്ങനൊരു സാധനം ഇല്ലേ? അപ്പൊ അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ ഇതിനകത്ത്? ഇപ്പോ കോടതിയിൽ കള്ളം പറയുന്നു. പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടേ ഇല്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. ഇത് എനിക്ക് മീഡിയയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? ഗവൺമെന്റും പ്രോസിക്യൂഷനും പോലീസും കൂടെ കള്ളം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങളല്ലേ ചെക്സ് ആൻഡ് ബാലൻസ് ആയിരിക്കുന്നത്? ഔട്ട്റൈറ്റ് കള്ളങ്ങൾ, പച്ച കള്ളങ്ങളാണ് പറയുന്നത്. അത് മീഡിയ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? രണ്ട് ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് വേണ്ടിയാണ്. 2 ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് മാത്രമല്ല, പോലീസ് കോടതിയിൽ കള്ളം പറയും. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറയും. കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. ഇങ്ങനൊരു സാധനം ഇല്ലേ? അപ്പൊ അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ ഇതിനകത്ത്? ഇപ്പോ കോടതിയിൽ കള്ളം പറയുന്നു. പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടേ ഇല്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. ഇത് എനിക്ക് മീഡിയയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? ഗവൺമെന്റും പ്രോസിക്യൂഷനും പോലീസും കൂടെ കള്ളം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങളല്ലേ ചെക്സ് ആൻഡ് ബാലൻസ് ആയിരിക്കുന്നത്? ഔട്ട്റൈറ്റ് കള്ളങ്ങൾ, പച്ച കള്ളങ്ങളാണ് പറയുന്നത്. അത് മീഡിയ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? രണ്ട് ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് വേണ്ടിയാണ്. 2 ദിവസമായി വെള്ളമില്ല, ആഹാരമില്ല. ലെൻസ് കമ്മീഷന് മാത്രമല്ല, പോലീസ് കോടതിയിൽ കള്ളം പറയും. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറയും. കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. ഇങ്ങനൊരു സാധനം ഇല്ലേ? അപ്പൊ അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ ഇതിനകത്ത്? ഇപ്പോ കോടതിയിൽ കള്ളം പറയുന്നു.
പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടേ ഇല്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. ഇത് എനിക്ക് മീഡിയയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? ഗവൺമെന്റും പ്രോസിക്യൂഷനും പോലീസും കൂടെ കള്ളം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങളല്ലേ ചെക്സ് ആൻഡ് ബാലൻസ് ആയിരിക്കുന്നത്? ഔട്ട്റൈറ്റ് കള്ളങ്ങൾ, പച്ച കള്ളങ്ങളാണ് പറയുന്നത്. അത് മീഡിയ ചോദിച്ചില്ലെങ്കിൽ ആരും